മാനിക്കാത്തിടം ചൊല്ലരുത്, മാനം വിട്ട് ഉണരുത്. മാനിക്കാത്തിടം ചൊല്ലരുത്, മാനം വിട്ട് ഉണരുത്. മലർന്നു കിടന്ന് മലർന്നു കിടന്ന് തുപ്പരുത്, ഇരിക്കും കൊമ്പ് മുറിക്കരുത്. മലർന്നു കിടന്ന് തുപ്പരുത്, ഇരിക്കും കൊമ്പ് മുറിക്കരുത്. ഉദയത്തിൽ കിടന്നുറങ്ങരുത്, ഉദയത്തിൽ കിടന്ന് ഉറങ്ങാൻ പാടില്ല എന്ന് ആരോടല്ലേ? പ്രത്യേകിച്ച് കൊറോണ കാലത്ത് ഈ കണ്ട മുഖം തന്നെ കണ്ടോണ്ട് ചേട്ടൻ്റെ ചേച്ചിയുടെ എന്ത് അങ്ങനെ കൊണ്ട് നോക്കിയിരിക്കാന്നല്ലാണ്ട് നേരം വെളുത്തിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യാനല്ലേ? പലരും ഇവിടെ വെയിലടിച്ചിരുന്നപ്പോഴേ എഴുന്നേറ്റിരുന്നത്. ഇതറിയാം നമ്മൾ മടിയന്മാരാണെന്ന് അറിയാം കാരണന്മാർക്കേ. അതുകൊണ്ട് അവർ പഴമൊഴിയായിട്ട് ഒരു പാട്ടും കൂടി ഉള്ളത് കഴിഞ്ഞ് ഉറങ്ങാം പറഞ്ഞു വച്ചു. ഉദയത്തിൽ കിടന്നുറങ്ങരുത്, അസമയത്ത് വഴി നടക്കരുത്. അസമയത്ത് വഴി നടക്കാൻ പാടില്ലെന്നേ പണ്ട് കാരണന്മാര് പറയാനുള്ള കാരണം എന്താ? അന്ന് ഇതുപോലെ വലിയ പ്രകാശങ്ങളൊന്നുമില്ലേ. ഇടവഴികള്, നാട്ടുപാതകള്, കാട്ടുപാതകള് ഇതൊക്കെയുള്ളത്. അസമയത്ത് പെൺകുട്ടികൾ പ്രത്യേകിച്ചും ഇറങ്ങിയാൽ എന്താ, ഇഴജന്തുക്കള് കാണും ഇല്ലേ? ഇന്ന് ഇഴജന്തുക്കളെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്നുമില്ല. കാലുള്ള ഇഴജന്തുക്കൾ ഉണ്ടാവുന്നു മാത്രം അല്ലേ? ആ സമയത്ത് വഴി നടക്കരുന്ന് ഇപ്പൊ പറയാമോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പാതിരാത്രിയാണ് കുട്ടികൾക്ക് നേരം വിളിക്കണത് തന്നെ. 2 മണിക്കൊക്കെ നമ്മൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴേ ടൗണിലൊക്കെ പെൺകുട്ടികളും ആൺകുട്ടികളും ബർഗറും പിസയും കുഴിമന്തിയൊക്കെ കഴിക്കാനായിട്ട് നിറച്ച് ഇങ്ങനെ റോട്ടിലിരിക്കുക. അവർ എഴുന്നേൽക്കുന്ന തന്നെ 12 മണിക്ക്, ഉച്ചയ്ക്ക് 12 മണിക്കാണ് നേരം വിളിക്കുന്നതേ. ഞാൻ അവരോടല്ല പറഞ്ഞത്, പണ്ട് കാരണന്മാര് ഇല്ലേ ചേച്ചി? ചന്ദനം തൊട്ട ചേച്ചി ശരിയല്ലേ? അസമയത്ത് വഴി നടക്കരുത്, ഉദയത്തിൽ കിടന്നുറങ്ങരുത്. അസമയത്ത് വഴി നടക്കരുത്, അന്യന്റെ വീട്ടിൽ ഉറങ്ങരുത്. അന്യന്റെ മുതലിൽ മോഹവരുത്. അന്യന്റെ മുതൽ എന്തിനെങ്ങനെ മോഹിക്കണമെന്ന്? അവൻ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിക്ക, അയൽവാസി നന്നാവട്ടെ എന്ന് വിചാരിക്ക, നമുക്കെല്ലാം ഭഗവാൻ തരും. അവനുണ്ടാവണേൽ കുശുമ്പ് വിചാരിച്ചോ പോവും. അന്യന്റെ മുതലിൽ മോഹമരുത്, കുട്ടിപ്പക ഉള്ളിൽ കരുതരുത്. കുട്ടിപ്പക പണ്ട് അപ്പൂപ്പന്റെ കാലത്തുണ്ടായ വഴക്ക ഇപ്പോഴും കുട്ടികൾ പുറത്തേക്ക് പോകുമ്പോൾ പറഞ്ഞു കൊണ്ടെന്നാ, അവിടെ കണ്ടാ മിണ്ടരുന്നിട്ടോ, അവരെ കണ്ടാ മിണ്ടുന്ന ആവശ്യം ശരിയല്ല, അങ്ങോട്ട് നോക്കേം കൂടി കണ്ടാ വീട്ടിലേക്ക് പറഞ്ഞയക്കാം. നമ്മള് കുട്ടിപ്പക നമ്മള് കണ്ടു കഴിഞ്ഞു അല്ലേ? കൊറോണ കണ്ടു, അതിനു മുമ്പ് പ്രളയം കണ്ടു, മനുഷ്യൻ എന്താണെന്നൊക്കെ മനസ്സിലായി. കൂട്ടിയിട്ട് കത്തിക്കണു, 6 അടി മണിയും മണ്ണ് പോലും സ്വന്തമില്ല എന്ന് മനസ്സിലായി. എന്നാലും കുട്ടിപ്പക. കൊറോണ പോയി, ചത്തുപോവുമെന്ന് പേടിച്ച് ആ സമയത്ത് എല്ലാവരും മനുഷ്യന്മാരും ഒന്നായി. ഒരേ രക്തം, രക്തത്തിന്റെ നിറം ചുവപ്പ്. എയുമില്ല, ഐയുമില്ല, എമ്മില്ല, പിയുമില്ല, ഒന്നുമില്ല. എല്ലാ മനുഷ്യന്മാരും ഒന്നായി. ചത്തുപോവും എന്ന് ഉറപ്പായപ്പോ നമുക്ക് സ്നേഹമായി അല്ലേ? ഒരാളോട് ഒരു ദേഷ്യമില്ല. എങ്ങനെ രക്ഷപ്പെടണം എന്നായിരുന്നു. ചാവില്ല, രോഗം പോയി എന്നറിഞ്ഞപ്പോ മീശ വിരിച്ചു. അഹങ്കാരം, ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലുത്. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു തോന്നൽ അതാ അല്ലേ? കാരണവന്മാർക്ക് അറിയാം നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന്. കുടിപ്പക ഉള്ളിൽ കരുതരുത്, കുലദൈവത്തെ മറക്കരുത്. കുലദൈവം പരദേവത മറക്കരുതെന്ന് പണ്ട് കാലത്ത് കാരണവന്മാര് അമ്പലമൊന്നും പണിയാൻ നിർത്തിയില്ല. ഒരു കല്ല് വച്ചിട്ട് അവിടെ വിളക്ക് എത്തിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് തടിമാടന്മാരായിട്ട് നമ്മളിങ്ങനെ ഇരുന്ന് വിലസണതേ. നമുക്ക് നേരമില്ല. കുടുംബക്ഷേത്രത്തിൽ പോകാനോ പരദേവത അടുത്തും സമയമില്ല. തീർത്ഥാടനത്തിന് ഇറങ്ങിക്കുക, ലോകം മുഴുവൻ നടക്കുക തീർത്ഥാടനത്തിന്. ദൈവങ്ങളെ കണ്ട് പ്രാർത്ഥിക്കാൻ ഒരു പ്രയോജനമില്ല. സ്വന്തം തന്തയ്ക്കും തള്ളയ്ക്കും വെള്ളം കൊടുക്കാണ്ട് നാട് നന്നാക്കാൻ നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ലേ. കാരണന്മാർക്ക് അതും അറിയാം. അതുകൊണ്ട് അവര് പഴമൊഴിയായിട്ട് പറഞ്ഞു വച്ചു,
കുടിപ്പകമുള്ളിൽ കരുതരുത്, കുലദൈവത്തെ മറക്കരുത്, തല തൊട്ടു സത്യം ചെയ്യരുത്. തല തൊട്ട് സത്യം ചെയ്യാൻ പാടില്ല എന്ന് ചെയ്യാറില്ലേ അമ്മയുടെ അടുത്ത്? അമ്മയാണ് സത്യം എന്ന് പറഞ്ഞു വിടാക്കാറില്ലേ? ഇന്ന് നിർത്തിക്കോളൂ. എന്താ കാരണം? നമ്മുടെ ശരീരത്തിലെ 7 ചക്രങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അതിലേറ്റവും അതിപ്രധാനമായിട്ടുള്ളത് സഹസ്രാരതളം. അതിങ്ങനെ വയലറ്റ് കളറിൽ താമരപ്പൂ പോലെ നമ്മുടെ അനുചേട്ടൻ്റെ തലമുടി പോലെ ഇങ്ങനെ ഇരിക്കുക. അതിലൂടെയാണ് അനുചേട്ടാ പോസിറ്റീവായിട്ടുള്ള എല്ലാ എനർജികളും വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നത്. അതിലൂടെയാ. അവിടെ കൈ വെച്ചിട്ട് നോണ സത്യം ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. അപ്പൊ ഇന്ന് പോലെ നിർത്തിക്കോളൂ കേട്ടാ. തല തൊട്ടു സത്യം ചെയ്യരുത്, തലമറന്നരുത്, ഉണ്ണുമ്പോൾ കയ്യ പറയാറുണ്ട്. എനിക്കറിയാം. നിർത്തിക്കൊള്ളു. പിന്നെ ഒരു ഉരുള വായിൽ വെച്ചിട്ട് പ്രത്യേകിച്ച് ഇപ്പുറത്തെ കയ്യിൽ മൊബൈലും കൂടി ഉണ്ട്. ഇതന്നല്ലേ പണി അല്ലേ? ഇയാളെ പാടാൻ വിളിച്ചാൽ പാടിയിട്ട് പോയ പോരെ അല്ലേ? എന്തൊക്കെയാ പറയണത് കുടുംബം കലക്കാനായിട്ട്? ശരിയാണോ? ഈ കൈ ഇങ്ങനെ കുടയാൻ പാടില്ല. എന്താ കാരണം? ഇത് വായിൽ മുട്ടിയാൽ എച്ചിലായി. മുന്നിലിരിക്കുന്ന അന്നപൂർണൈശ്വര്യ, അതിലേക്ക് എച്ചിൽ വീണ്ടും ഇടാമോ? ഒരു പിടി അന്നത്തിന് വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്രയോ കുഞ്ഞുമക്കള് യാചിച്ച് നടക്കുന്നു. നമുക്കോ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ട് വേണ്ടായിക പിടിക്കായിക. ഉണ്ണുമ്പോൾ കയ്യ കുടയരുത്, ഉണ്ണും കയ്യാമ്പരുത്, പിശുക്കന്റെ അന്നം ഉണ്ണരുത്, പിശുക്കി വിളമ്പരുത്. ആ പിശുക്കി എന്തിനാ വിളമ്പണ? അങ്ങോട്ട് കൊടുക്കുക. അതിഥി ദേവോ ഭവാന. കൊടുക്കൂല. അവളിപ്പോ അങ്ങനെ ചോദിക്കണ്ടോ? ഒരു പത്രാധികാരി വന്നിരിക്കണോ? എന്താ അവളുടെ ഒരു ഉടുപ്പ്? കൊടുക്കില്ലേ ഞാൻ? എനിക്ക് വേണോ? വേണ്ടല്ലോ. എനിക്ക് വേണ്ട. എന്താ ചെയ്യാ പിന്നെ? ആ കല്ല അങ്ങനെ തന്നെ എടുത്ത് അടുക്കളയിലിരിക്കുന്ന വേസ്റ്റ് ബോക്സ് തന്നെയില്ലേ ബ്രിഡ്ജിലേക്ക് ചിരിക്കണ്ട. ശരിയല്ലേ? 4 ദിവസം ബ്രിഡ്ജിലിരിക്കും. 5-ാമത്തെ ദിവസം അയൽവാസിയുടെ നെഞ്ചത്തേക്ക്. എന്നാലും കൊടുക്കില്ല അവൾക്ക്. അവളിപ്പോ അങ്ങനെ തിന്നണ്ട. പിശുക്കന്റെ ഗന്നം ഉണ്ണരുത്, പിശുക്കി വിളമ്പരുത്, തെക്കോട്ട് വിളക്ക് വയ്ക്കരുത്, വടക്കോട്ട് തലവ ചുടങ്ങരുത്, സന്ധ്യയ്ക്ക് ചൂല എടുക്കരുത്. സന്ധ്യയ്ക്ക് ചൂലെടുക്കാൻ പാടില്ലാന്നേ. നേരിത് എന്തൊക്കെയാ പറയണത്? നാളെ എനിക്ക് തൊഴിൽ ഉണ്ടാവില്ല. എന്താ സന്ധ്യയ്ക്ക് ചൂലെടുത്താല്? അത്രയും നേരം ഒരു പണിയില്ല. ഉച്ചക്കുമ്പോ എല്ലാം കഴിഞ്ഞു. എന്നാൽ ഈ മൊബൈലിൽ ഇങ്ങനെ ഞോണ്ടിക്കൊണ്ടിരിക്കും. കാണേണ്ടതും കാണാൻ പാടില്ലാത്തതും, അവൻ അവളുടെ കൂടെ പോയതോ അവൾ അവൻ്റെ കൂടെ പോയതൊക്കെ കണ്ടും കേട്ടും ഇരുന്ന് 5:20, 6, 10, 6:20 ആകുമ്പോ ചൂലെടുത്തിട്ട് ഒരു പെരുമാറ്റമുണ്ട്. ചിരിക്കണ്ട. ശരി തന്നെയാ. ഒന്ന് ചാട്ടൻ്റെ കയ്യിൽ നിന്ന് നല്ല ചീത്ത കേൾക്കും. നാളെ മുതൽ വേണ്ട. ആ ശ്രീദേവി ഇങ്ങോട്ട് വന്ന് കയറുന്ന സമയത്ത് മൂദേവി ആയിട്ട് അങ്ങോട്ട് ചെല്ലും. സന്ധ്യയ്ക്ക് ചൂല എടുക്കരുത്, അന്തിക്ക് മാലിന്യം കളയരുത്. അന്തിക്ക് മാലിന്യം കളയാൻ പാടില്ല എന്ന്. അതിപ്പോ കണ്ണഞ്ചിനാന്ന് പറയണത് ഇത്ര വലിയ കാര്യം ശരിയാവണം എങ്ങനെയാ? പട്ടാപ്പകല് വേസ്റ്റ് കൊണ്ടുവന്ന് റോഡിന്റെ മൂലയ്ക്ക് വെക്കാൻ പറ്റുമോ? ഒത്തിരി ഇരുട്ടായാലാണ് അപ്പുറത്തെ വീട്ടിലെ പറമ്പിലേക്ക് വലിച്ചെറിയാൻ പറ്റുള്ളൂ. ആ പറയുന്നതിന് മാത്രം യോജിപ്പില്ല. ഇല്ല മോളെ, അമ്മക്ക് അങ്ങനെയല്ല ചെയ്യാറ്. ഇത്തിരി ഇരുട്ടായാലും നമുക്ക് കളയാൻ പറ്റുള്ളൂ. അന്തിക്കുമാലിന്യം ഇവിടെ നിന്ന് പോകുമ്പോ തലക്ക് പിടിച്ച് തലച്ചെടുത്ത് ഇടിക്കുക. അന്തിക്കുമാലിന്യം തൊഴിലിൽ അലസത കാട്ടരുത്, വരവറിയാതെ ചിലവരുത്, അത്താഴ പട്ടിണി കിടക്കരുത്, അത്താഴത്തിന് കഴിക്കരുത്, മാതൃവചനം തട്ടരുത്, മാതൃദോഷം ചെയ്യരുത്, മാതൃവചനം. അമ്മ
എന്തിഷ്ടം അമ്മയ്ക്ക് നമ്മളോടല്ലേ? എങ്ങനെയൊക്കെയാണ് നമ്മളെ വളർത്തിക്കൊണ്ടുവന്നത്, ഈ നിലയിലാക്കിയത്. പൊന്നമ്മയല്ലേ, എത്ര ഉമ്മയാണ് അമ്മ നമുക്ക് തന്നിട്ടുള്ളത്. എന്തൊരിഷ്ടം അമ്മയ്ക്ക് നമ്മളെല്ലാവരെയും. 10 മാസം ചുവന്ന് നൊന്ത് പ്രസവിച്ചു അമ്മ. അച്ഛൻ്റെ കൈ പിടിച്ച് പിച്ച വച്ച് നടന്നു നമ്മൾ, ഇല്ലേ? എന്തിഷ്ടം അച്ഛനും അമ്മയ്ക്ക് നമ്മളോട്. അച്ഛൻ ഒരിക്കലും ചിരിക്കാറില്ല, അദ്ദേഹം കരയേയില്ല. സങ്കടക്കടലാണ് അച്ഛൻ. അച്ഛൻ്റെ വികാരം എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി ഓടി നടന്ന് കഷ്ടപ്പെട്ട് ലോകം മുഴുവൻ കടവും മേടിച്ച് ജീവിക്കുന്ന ഒരു പണിക്കാരനെ പോലെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം കരഞ്ഞു കണ്ടിട്ടില്ല, ചിരിക്കാറുമില്ല. മുരടനാണെന്ന് നമുക്ക് തോന്നും. അമ്മ നെഞ്ചത്തടിച്ച് 4 കരച്ചിൽ കഴിയുമ്പോൾ കാര്യം മനസ്സിലാവും. അച്ഛൻ കരയില്ല, സങ്കടക്കടലാണ്. അച്ഛൻ്റെ കൈ പിടിച്ച് പിച്ച വച്ച് നടന്ന് അമ്മയും അച്ഛനും കൂടി വളർത്തി സ്കൂളിൽ ചേർത്തു. അപ്പുറത്തെ വീട്ടിൽ ദാമുവിൻ്റെ മോൻ പഠിക്കുന്ന സ്കൂളിൽ തന്നെ ചേരണേ, അവിടെ ഡൊണേഷൻ കൊടുക്കണം. അതും കടം മേടിച്ച് കൊടുത്തു, പഠിപ്പിച്ചു. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞു, കോളേജിലായി. അവിടെയും ഒത്തിരി കടം മേടിച്ച് അവിടെയും ചേർത്ത് പഠിക്കാൻ. വലിയ ഉദ്യോഗസ്ഥനാവാൻ വേണ്ടി അവിടെയും കാശ് കൊടുത്ത് മകനെ അല്ലെങ്കിൽ മകളെ ജോലിക്കാരനാക്കി. അച്ഛനും അമ്മയും കൂടി ജോലി കിട്ടിയ പിന്നെ എന്താ വേണ്ടേ? എന്നാൽ പിന്നെ ഒരു കല്യാണം, അല്ലേ? ഒരു നല്ലൊരു പെൺകൊച്ചിനെ അല്ലെങ്കിൽ നല്ലൊരു ആൺകൊച്ചിനെ ഒരു വിവാഹം വേണം. കല്യാണം കഴിച്ചാലോ കുഞ്ഞാവുണ്ടായാലോ പിന്നെ അമ്മയ്ക്കൊരു തേങ്ങ അറിഞ്ഞൂടാ. അമ്മയുടെ കാലം ഒന്നല്ലേ ഇത്. കൊച്ചിനെ നോക്കാനൊക്കെ ഞങ്ങൾക്കറിയാം. മൊബൈൽ നോക്കിയാൽ എല്ലാം അറിയാം. അമ്മ എൻ്റെ കൊച്ചു മണ്ണിൽ ഇറങ്ങണ്ടാന്നേ. അമ്മയ്ക്ക് കൃത്യസമയത്തിന് ഭക്ഷണം കിട്ടണില്ലേ? അമ്മ എന്തിനാ ഞങ്ങളുടെ ഭാര്യയുടെ കാര്യത്തിലൊക്കെ അന്വേഷിക്കുക? എൻ്റെ ഭാര്യയുടെ കാര്യം നോക്കാൻ എനിക്കറിയാം. അമ്മ മിണ്ടാണ്ടിരിക്കുക, അമ്മയ്ക്കൊരു തേങ്ങ അറിയില്ല. കൂടുതൽ വേഷം കെട്ടിക്കഴിഞ്ഞാൽ ഞാൻ വൃദ്ധാസനത്തിൽ കൊണ്ടുവന്നാക്കും കേട്ടോ. നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഇതൊക്കെ തന്നെ അല്ലേ? അച്ഛനും അമ്മയും അവർക്കൊന്നും അറിയില്ല. ഇതറിയണമെങ്കിലോ ഈ ഒരു കാലം കഴിഞ്ഞ് അടുത്ത തലമുറ വരുമ്പോഴേ ഇവരറിയുള്ളൂ അച്ഛൻ എന്താണ്, അമ്മ എന്താണ്. മാതൃവചനം നമ്മൾ ഇന്നാൾ പത്രത്തിൽ വായിച്ചു. അമ്മേ ഗുരുവായൂർ പോവാം, മകൻ വിളിച്ചിരിക്കുക. അമ്മയ്ക്ക് ഇതിലേറെ സന്തോഷം. 10-30 വർഷം മുടങ്ങാതെ ഗുരുവായൂരമ്പലത്തിൽ പോയിരുന്നതാ. എല്ലാ പിറന്നാളിനും മോനെയും കൊണ്ട് പോവായിരുന്നു. ഇപ്പം കുറച്ച് അവൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തിരക്കല്ലേ, അവർക്ക് കൊണ്ടുപോകാറില്ല. മോൻ വിളിച്ചതല്ലേ, പോവാൻ മോനെ. അവളെ വിളിക്കണില്ലേ? വേണ്ട, അവള് വരണില്ല, നമുക്ക് പോവാമേ. പോയി തൊഴുതു. ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ നിന്ന് അമ്മയും മകനും തൊഴുതു. അമ്മ കണ്ണടച്ച് പ്രാർത്ഥിച്ചു. എന്താ അമ്മ പ്രാർത്ഥിച്ചത്? ഗുരുവായൂരപ്പ, എൻ്റെ മോനൊരാപത്തും വരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കണ്ണ് തുറന്ന് നോക്കിയപ്പോഴോ മോനെ കാണാനില്ല, നട തള്ളിയിട്ട് പോയി. ഇതാണ് കാലഘട്ടം. അങ്ങനെയൊക്കെ പോയാൽ തൽക്കാലം ഒരു രക്ഷയൊക്കെ ഉണ്ടാവും, ഗതി പിടിക്കില്ല. മാതൃവചനം തട്ടരുത്, മാതൃദോഷം ചെയ്യരുത്, മാതൃദോഷം ചെയ്യരുത്.